ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖല്ലേ? ഇന്ന് ഞാൻ പറയാനുള്ള വിഷയം നമ്മുടെ മമ്മൂക്കയുടെ വിഷയം തന്നെയാണ്. 3 മാസമായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായൊരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തു പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അസുഖം. ആർക്കും ഒരു പിടി തരാതെ മമ്മൂക്ക ഒരു മറഞ്ഞിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ ഒരു വാർത്തയില്ലാത്ത സോഷ്യൽ മീഡിയ ചലിക്കുന്നൊരു ദിവസം കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു ന്യൂസായിട്ട് അദ്ദേഹത്തിന്റെ വാർത്ത ഉണ്ടാവാറുണ്ട്. അദ്ദേഹമില്ലാത്ത മലയാള സിനിമ സത്യം പറഞ്ഞ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തന്നെയാണ്. കാരണം അദ്ദേഹവും ലാലേട്ടനും ഇവർ രണ്ടുപേരുമാണ് മലയാള സിനിമയുടെ നെടുന്തൂണുകൾ. ഇവരാണ് മലയാള സിനിമയെ 10-50 വർഷമായിട്ട് കൊണ്ടു നടന്നത്. മറ്റുള്ളവർക്ക് ഒരു സൈഡിലായിട്ട് വന്നു പോകുന്ന ആൾക്കാരാണ്. അവരെ കൊണ്ടൊന്നും മലയാള സിനിമ കൂട്ടിയാൽ കൂടൂല. പക്ഷെ ഈ മമ്മൂക്കയും ലാലേട്ടനും ഇന്ന് ഈ നിലയിലെത്തിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അത് നമ്മളെ ഒരുപാട് സപ്പോർട്ടും കൂടി അവർക്കുണ്ട്. മറ്റുള്ളവർക്കില്ലാത്തൊരു സപ്പോർട്ട് കൂടി അവർക്കുണ്ട്. അതെന്താ വെച്ചാൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻസ്പയർ ആയതുകൊണ്ടാണ് നമുക്ക് അവരിഷ്ടം. മമ്മൂക്കയുടെ ഒരു അസാന്നിധ്യം നല്ലോണം അനുഭവപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ നടന്ന അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കാരണം അദ്ദേഹം എല്ലാ പ്രാവശ്യവും അമ്മ അസോസിയേഷൻ തുടങ്ങിയ കാലം തൊട്ടേ അദ്ദേഹം എല്ലാ ജനറൽ ബോഡിയിലും അല്ലെങ്കിൽ എന്ത് പരിപാടിയിലും അദ്ദേഹം സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം വളരെ വലുതാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു മെയിൻ നടനാണ്, ഞാനൊരു വലിയ സ്റ്റാറാണ് എന്ന രീതിയിൽ ഒരിക്കലും ആ പരിപാടി നിൽക്കാറില്ല. അവിടെ ഒരു കുട്ടിയെ പോലെ തറയിലിരുന്ന് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടതാണ്. ഇന്നലെ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾക്ക് എന്നും സിനിമയില്ല, ഞങ്ങളെന്നും സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തികളല്ല, ഞങ്ങളെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതിനിധിയിലാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങളൊക്കെ ചെറുതായിട്ടുള്ള റോളുകൾ ചെയ്യുന്ന വ്യക്തികളാണ്, നല്ല നല്ല റോളുകൾ ചെയ്യുന്ന വേറെയും വ്യക്തികളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ മിസ്സായ ഒരു വ്യക്തിയുണ്ട്, ഞങ്ങളുടെ കാരണവർ. അവർ കണ്ണിന്നൊക്കെ വിഷമം കൊണ്ടുള്ള വെള്ളം വന്നിട്ടാണ് അവരൊക്കെ പറഞ്ഞു. ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാരണവരെ ഞങ്ങൾക്ക് മിസ്സായി. അതായത് മലയാള സിനിമയുടെ നെടുന്തൂണായ മമ്മൂക്കയെ മിസ്സായത്. കാരണം എല്ലാവരും പറയും അദ്ദേഹം ചൂടനാണ്, ഒരു പെട്ടെന്ന് വാശിക്കാരാണ്, പെട്ടെന്ന് ചൂടാവും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടും നിങ്ങളൊക്കെ അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടും അദ്ദേഹത്തോട് ഈ കാണിക്കുന്ന ഈ സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹം വന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു വിഷമം, അദ്ദേഹം എത്രയോ മുകളിലാണ്. കാരണം അദ്ദേഹം നമ്മുടെ ഒരു വീട്ടിൽ നമ്മളുണ്ടാവുമല്ലോ, നമ്മളെന്തെങ്കിലും ദേഷ്യപ്പെടുന്ന എന്തുകൊണ്ടാണ്, നമ്മൾ നന്നാവാനും നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മളോട് ദേഷ്യപ്പെടുന്നത്, അല്ലാതെ നമ്മൾ അവരെ മോശമാവണം നമ്മളൊന്നും പറയില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്. കാരണം അദ്ദേഹം എല്ലാവരെയും ഉയർത്തി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി ഒരാളോടും പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഒരു വളരെ വിഷമം. ഞങ്ങളുടെ കാരണവരെ, ഞങ്ങളുടെ മമ്മൂക്കയെ, ഞങ്ങളുടെ ഒരു വലിയേട്ടനെ ഞങ്ങൾക്ക് മിസ്സായി. കാരണം എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ കുട്ടിത്തൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ഇവിടെ ഈ വേദിയിലില്ല. എന്തോ അദ്ദേഹത്തിന് അസുഖമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അദ്ദേഹം ഇല്ലാത്ത ഒരു ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഓരോ വ്യക്തികളും പറയുന്നത്. എന്നിരുന്നാലും അധികം വൈകാതെ തന്നെ മലയാള സിനിമയിലോട്ട് അദ്ദേഹം കടന്നു വരും. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ഏകദേശം കഴിയാനായിക്കണ്. അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേന് അദ്ദേഹം വരും. അദ്ദേഹവും ലാലേട്ടനും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന മൂവിക്ക് വേണ്ടി അദ്ദേഹം തിരിച്ചു വരും. മാത്രമല്ല അദ്ദേഹം തന്നെ നിർമ്മിച്ച് നായകനായി അഭിനയിച്ച കളങ്കാവൽ എന്ന മൂവിയുടെ ഡബ്ബിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അദ്ദേഹം വന്നാൽ ഈ സിനിമകളൊക്കെ തീർത്തതിന് ശേഷം ബാക്കിയുള്ള ഒരുപാട് സിനിമകൾ വെയിറ്റിംഗിലാണ്. അപ്പൊ എന്തായാലും അതൊക്കെ അദ്ദേഹം ചെയ്യും, അതൊരു സംശയമില്ല. ഒരിക്കലും അദ്ദേഹം വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട, അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ ഉഷാറായിട്ട് പഴയതിനേക്കാൾ ഉഷാറായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.